നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഈ കാണുന്ന AV പ്ലെയർ ആണ്. അപ്പോൾ ഈ ഒരു AV പ്ലെയറിൽ നമുക്ക് ഓഡിയോ ഔട്ട് മാത്രമല്ല വീഡിയോ ഔട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു AV പ്ലെയറിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. AV പ്ലെയറിൻ്റെ വീഡിയോ ഔട്ട് നമ്മൾ പ്രൊജക്റ്റിൽ കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ AV പ്ലെയർ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയേക്കുന്ന പാനലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ വാങ്ങാൻ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പറയാം. ആദ്യമേ തന്നെ ഇതിനകത്ത് അനൗൺസ്മെൻറ്റോ കാര്യങ്ങളൊന്നും, അതായത് നമ്മൾ ഓരോ മോഡ് മാറ്റുന്ന സമയത്ത് ബ്ലൂടൂത്ത് മോഡ്, FM മോഡ്, അങ്ങനെ ആ ഒരു വിളിച്ച് പറയുന്ന ആ ഒരു സംഭവം ഇതിനകത്തില്ല. അതുപോലെ ഓഡിയോ ഔട്ട്പുട്ട് മാത്രമുള്ള ഇതുപോലത്തെ പാനലുകളിലും ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിനാകുമ്പോൾ 300-350 രൂപ ആ റേഞ്ചൊക്കെ അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത പാനലുകൾ വാങ്ങുന്ന സമയത്ത് വില കൂടുതലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഔട്ടും കൂടിയുള്ള ഈ ഒരു പാനലിന് 650 രൂപയാണ് ആയത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് മൈക്ക് ഇൻപുട്ട് ഇല്ല. സൗണ്ടിനൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഓഡിയോ ഔട്ട്പുട്ട് മാത്രമുള്ള ഇതുപോലത്തെ പാനലുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടെ വലിയ ബോർഡും വലിയ ഐസുകളൊക്കെയാണ് ഉപയോഗിച്ചത്. അങ്ങനെ വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതുപോലെ ഈ ഒരു AV പ്ലെയറിൽ MOV ഫോർമാറ്റിലുള്ള വീഡിയോ ഫയലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു വീഡിയോയിൽ ഇതുപോലുള്ള AV പ്ലെയർ വാങ്ങാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിലുള്ളതിന് നല്ല വിലയാണ് കാണിക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും. പിന്നെ ഒരു AV പാനൽ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഉള്ള MP3 പാനലുകളിലുള്ള അതേ രീതി തന്നെയാണ്. ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്, അതുപോലെ മെമ്മറി കാർഡ്, ഓൺസ് ഇൻപുട്ട് ഉണ്ട്, പെൻഡ്രൈവ് കണക്ട് ചെയ്യാം, അതുപോലെ FM റേഡിയോ ഉണ്ട്. ഇതിൽ വീഡിയോ ഫയൽ സപ്പോർട്ട് ചെയ്യും, അതുപോലെ വീഡിയോ ഔട്ട് കൂടി ഉണ്ടെന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാനൽ വാങ്ങിയത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കടയിൽ തന്നെ നമുക്ക് ഈ ഒരു പാനൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു കട തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ ഒരു കടയിൽ നമ്മളിങ്ങനെയുള്ള പാനലുകൾ വാങ്ങുന്ന സമയത്ത് നമുക്കെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിയേക്കുന്ന ഈ ഒരു AV പ്ലെയറിൻ്റെ കൂടെ നമുക്ക് 2 വയർ കണക്ടർ മാത്രമാണ് കിട്ടിയേക്കുന്നുള്ളൂ. ഒന്ന് ഇതിൻ്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു കണക്ടറും, അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ട് എടുക്കാനുള്ള ഈ ഒരു കണക്ടർ മാത്രമാണ് കിട്ടിയേക്കുള്ളൂ. അപ്പം വീഡിയോ ഔട്ടൊക്കെ നമുക്ക് വേറെ വയറിട്ട് സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡയഗ്രാം കൂടി ഒന്ന് വരച്ച് കാണാം. അതുപോലെ നമ്മൾ ഇന്ന് ഈ ഒരു AV പ്ലെയർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടി ആ ഒരു വയർ കണക്ടർ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വേറെ റിബൺ വയർ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിന്ന് AV പ്ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ക്യാബിനറ്റ് കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് 130 രൂപയാണ് അയക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് ഇതുപോലത്തെ പാനൽ ഉപയോഗിച്ച് ചെറിയ ഓഡിയോ പ്ലെയർ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിന്ന് വീഡിയോ പ്ലെയർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് നമ്മൾ വാങ്ങിയത് തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്നാണ്. അതുപോലെ ഇങ്ങനെയുള്ള USB പാനൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ നമ്മളിങ്ങനെയുള്ള empty ആയിട്ടുള്ള ക്യാബിനറ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇവിടെ സ്ക്രൂവോ കാര്യങ്ങളൊന്നും എല്ലാത്തിൻ്റെയും കൂടെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്കിങ്ങനെ കിറ്റായിട്ടുള്ള സ്ക്രൂ കിറ്റ് മേടിക്കാൻ കിട്ടും. ഈ ഒരു സ്ക്രൂ കിറ്റ് നമ്മൾ വാങ്ങിയത് തൊടുപുഴ ഹൈടെക് ഇലക്ട്രോണിക്സിൽ നിന്നാണ്. അപ്പോൾ സാംകോണിൻ്റെ സ്ക്രൂ കിറ്റാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്കിന്നിവിടെ AV പ്ലെയർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാനലിൻ്റെ ഔട്ട് നമുക്ക് ഈ ഒരു RCS സോക്കറ്റ് കണക്ട് ചെയ്യണം. നമുക്ക് TV ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ RCS സോക്കറ്റ് സിംഗിൾ ആയിട്ടുള്ളതും സെറ്റ് ആയിട്ടുള്ളതും നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്ക് AV പ്ലെയറിൻ്റെ ഉള്ളിൽ വയറിങ്ങിനും കാര്യങ്ങളായിട്ട് ഇതുപോലത്തെ റിബൺ വയർ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് മീറ്ററിന് 40 രൂപയാണ്. പിന്നെ പവർ ഇൻഡിക്കേറ്ററിനായിട്ട് 1K റെസിസ്റ്റർ ഒരെണ്ണം, പിന്നെ LED. അതിലിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് 1K അല്ല, നമ്മൾ സാമ്പിളായിട്ട് കാണിച്ചത് മാത്രമേ ഉള്ളൂ. 1K റെസിസ്റ്ററാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു AV പ്ലെയർ പാനൽ വർക്ക് ചെയ്യാൻ 5 വോൾട്ട് പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഫോണിൻ്റെ ചാർജറിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ചെറിയൊരു C പോർട്ട് സോക്കറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 15 രൂപയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു AV പ്ലെയർ ഓണും ഓഫും ചെയ്യാനുള്ള ചെറിയൊരു സ്വിച്ച് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 15 രൂപയാണ് അയക്കുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള പാനലുകൾ നമുക്ക് ലിഥിയം അയൺ ബാറ്ററിയിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും, 3.7 വോൾട്ടിൻ്റെ. അപ്പോൾ ആ ഒരു ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പവർ ബാങ്കിൻ്റെ ബോർഡോ അല്ലെങ്കിൽ ചെറിയ ചാർജിങ് മോഡുകൾ കൂടി വെക്കുവാണെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന AV പ്ലെയറോ അല്ലെങ്കിൽ ഓഡിയോ പ്ലെയറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഓഡിയോ ഔട്ട് മാത്രമുള്ള ഇതുപോലത്തെ പാനൽ ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറൊക്കെ കാണും. അപ്പോൾ അതുപോലെയുള്ള ആംപ്ലിഫയറിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് AV പ്ലെയർ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാനാണെങ്കിൽ ഇതുപോലെ AV ഔട്ടുള്ള ഇതുപോലത്തെ ഒരു പാനൽ ഒരെണ്ണം വാങ്ങിയാൽ മതി. അപ്പോൾ ഓഡിയോ ഔട്ട്പുട്ട് മാത്രമുള്ള പാനലിനെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോർഡിന് വീഡിയോ ഔട്ട് എടുക്കാനുള്ള ഒരു പോയിന്റ് കൂടുതലായിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സിംഗിൾ ആയിട്ടുള്ള RC സോക്കറ്റ് ഒരെണ്ണം കണക്ട് ചെയ്താൽ മതി. അതുപോലെ ഇങ്ങനെയുള്ള പാനലുകളിൽ ഓഡിയോ ഔട്ടിൻ്റെയും വീഡിയോ ഔട്ടിൻ്റെയൊക്കെ അവിടെ GND എന്നുള്ള എഴുത്ത് കാണും. അത് അതിൻ്റെ കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിംഗിൾ ആയിട്ടുള്ള സോക്കറ്റ് നമ്മൾ മെറ്റൽ ക്യാബിനിലൊക്കെയാണ് പിടിപ്പിക്കുന്നതെങ്കിൽ GND അതായത് നെഗറ്റീവ് അതെല്ലാം ഒരുമിച്ച് പാരലായിട്ട് കണക്ഷൻ വരുന്ന രീതിയിലാണ് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു AV പ്ലെയറിൽ നമ്മൾ 6 പിന്നുള്ള സോക്കറ്റാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ മേടിച്ച ഈ ഒരു ക്യാബിനറ്റിന് ഈ ഒരു കണക്ടറാണ് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനലിൽ നമ്മൾ പവർ സ്വിച്ച് ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പാനൽ വയർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള 2 വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 5 വയർ കൂടിയാണ് കണക്ട് ചെയ്യാനുള്ളത്. ഓഡിയോ വീഡിയോ ഔട്ടാണ് കണക്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വീഡിയോ ഔട്ട് എടുക്കേണ്ടത് ഈ 2 പോയിന്റിൽ നിന്നാണ്, GND എന്നും അതുപോലെ തന്നെ CV PS എന്ന് എഴുതിയേക്കുന്ന ഈ 2 പോയിന്റിൽ നിന്നാണ്.
അപ്പം ഓഡിയോ വീഡിയോ ഔട്ടിൻ്റെ വയറെല്ലാം നമ്മൾ ഈ രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ക്യാബിനറ്റിൽ വയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നീറ്റായിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ള RC സോക്കറ്റ് നമ്മൾ പിടിപ്പിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഈ AV പ്ലെയറിന് നമുക്ക് 3 സോക്കറ്റ് മതിയായിരുന്നു. അപ്പോൾ നമ്മൾ മേടിച്ച ക്യാബിനറ്റിന് ഇങ്ങനെ 6 ഹോളുള്ളതാണ് നമ്മൾ ഈ ഒരു ടൈപ്പ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു നിരയിൽ വരുന്ന 2 സോക്കറ്റ് നമ്മൾ പാരലായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു നിരയിലുള്ള 2 സോക്കറ്റിൽ നമുക്ക് വീഡിയോ ഔട്ടും ഓഡിയോ ഔട്ടും കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ മേടിച്ച ഈ ഒരു സോക്കറ്റിന് 6 ഹോളുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമ്മളിതിൻ്റെ ഓഡിയോ ഔട്ടിൻ്റെയും വീഡിയോ ഔട്ടിൻ്റെയും ഗ്രൗണ്ട് നമ്മൾ ഒരുമിച്ച് ഷോർട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ഔട്ട്പുട്ടിൻ്റെയും ഓഡിയോ ഔട്ട്പുട്ടിൻ്റെയും ഗ്രൗണ്ട് അതായത് നെഗറ്റീവ് ഒരുമിച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അടുത്തായിട്ട് നമ്മളിതിൻ്റെ പവർ സപ്ലൈ കണക്റ്റാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ടൈറ്റ് ആയിട്ടല്ലേ നമുക്ക് ഇതുപോലത്തെ ഫെവി ബൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാം. അതുപോലെ LED ബൾബ് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഫെവി ബൗണ്ട് പേസ്റ്റ് ഉപയോഗിക്കാം. അതുപോലെ നമ്മളതിൻ്റെ പവർ സപ്ലൈ കണക്ടറും അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ കണക്ഷനും LED കണക്ഷനും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത വേറെ ഒന്നുമല്ല. ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പാടാവും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഡയഗ്രാം കൊടുത്തേക്കാം. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വയറൊക്കെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ വയർ സ്ലീവാണ് ഇടുന്നത്, ഇൻസ്റ്റലേഷൻ ടേപ്പെല്ലാം ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ AV പ്ലെയറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം AV പ്ലെയർ തന്നെ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് മൊബൈലിൻ്റെ ചാർജറിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ലിഥിയം അയൺ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റും. ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പാകത്തിനൊക്കെ. അതുപോലെ ചെറിയ ട്രാൻസ്ഫോമർക്ക് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മളിന്ന് വാങ്ങിയേക്കുന്ന ഈ ഒരു ക്യാബിനറ്റിൻ്റെ ബാക്കിൽ നമുക്ക് സ്പീക്കർ കണക്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ് കൂടി വെക്കുവാണെങ്കിൽ നമുക്ക് ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള റേഡിയോ ഒക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചെറിയ മ്യൂസിക് പ്ലെയർ ഒക്കെ ഉപയോഗിക്കാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് ചെറിയൊരു ആംപ്ലിഫയർ ബോർഡും അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററിയും ആഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്ത് പോർട്ടബിളായിട്ട് കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന ചെറിയ മ്യൂസിക് പ്ലെയറോ അല്ലെങ്കിൽ റേഡിയോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് കൂടി ആഡ് ചെയ്താൽ മതി ഇതിനകത്ത്. അപ്പോൾ ആംപ്ലിഫയർ ബോർഡ് വെക്കുന്നതും അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററി വെക്കുന്നതും നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്പീക്കറിൻ്റെ ഈ ഒരു സോക്കറ്റ് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കണക്ഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ FM റേഡിയോയുടെ ആൻറ്റിനയുടെ കണക്ഷൻ നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു മൾട്ടിമീഡിയ പ്ലെയർ അല്ലെങ്കിൽ AV പ്ലെയർ സെറ്റപ്പിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ നമ്മളിന്നിവിടെ ചെയ്തെടുത്തേക്കുന്നതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊന്ന് റഫായിട്ടൊന്ന് പറഞ്ഞുതരാം. 5 വോൾട്ട് പവർ സപ്ലൈയുടെ പോസിറ്റീവ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ ഒരു കാലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ മറ്റേ കാലിൽ നിന്ന് നമ്മൾ നേരെ പാനിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. പവർ സപ്ലൈ നെഗറ്റീവ് നേരെ ബോർഡിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ബോർഡിലേക്ക് ഉപയോഗിക്കുന്ന ആ ഒരു സെയിം കാലിൽ നിന്ന് തന്നെ 1K റെസിസ്റ്റോറിനും LED പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. LED ബൾബിൻ്റെ നെഗറ്റീവും പവർ സപ്ലൈ നെഗറ്റീവും ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഓഡിയോ ഔട്ട്പുട്ടിൽ നിന്ന് 3 വയറാണ് കണക്ട് ചെയ്തേക്കുന്നത്. GND എന്ന് നെഗറ്റീവ്, ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും കോമൺ ആയിട്ട് നെഗറ്റീവ് GND ആണ്, അതായത് ഗ്രൗണ്ട്. അപ്പോൾ ഇയർഫോണിൻ്റെ ഒക്കെ പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടെങ്കിൽ ഈ രീതിയിലാണ്. അതുപോലെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോണോ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് വയറുകൾ ലൂപ്പ് ചെയ്ത് കൊടുക്കുന്നിടത്ത് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. ലൂപ്പ് ചെയ്യുന്ന സമയത്ത് മോണോ സൗണ്ട് ആയിരിക്കും ലൂപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അതുപോലെ CBBS അതുപോലെ GND ഇവിടെ നിന്നാണ് നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അതുപോലെ വീഡിയോ ഔട്ട്പുട്ടിൻ്റെയും ഓഡിയോ ഔട്ട്പുട്ടിൻ്റെയും ഇതിൻ്റെ പവർ സപ്ലൈയുടെ ഗ്രൗണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രൗണ്ടുകൾ നമുക്ക് ഒരുമിച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പം. അതുപോലെ ഇനി ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കൂടി ഒന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മുടെ AV പ്ലെയറിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു AV പ്ലെയറിൽ നമുക്ക് വീഡിയോ ഫയൽ എല്ലാം തന്നെ പ്ലേ ആവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ലിഥിയം അയൺ ബാറ്ററിയും അതുപോലെ ആംപ്ലിഫയർ ബോർഡും കൂടെ കയറ്റുന്ന വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു AV പ്ലെയർ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ TVയിൽ നമുക്ക് പെൻ ഡ്രൈവും മെമ്മറി കാർഡ് കണക്ട് ചെയ്ത് നമുക്ക് വീഡിയോ കാണാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ AV പ്ലെയറിൻ്റെ ഔട്ട് നമ്മൾ TVയിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഞാനിവിടെ TV ആയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററാണ്. AV പ്ലെയറിൻ്റെ ഹോം സ്ക്രീനാണ് ഈ കാണുന്നത്. അതുപോലെ ഈ ഒരു AV പ്ലെയറിന് നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റിയും അതുപോലെ വീഡിയോ ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പാട്ടൊന്നും ഇട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പി റൈറ്റ് ഇട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക്. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയിൽ കൊടുത്തത്. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ അധികം റിപ്ലൈ കൊടുക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് എല്ലാത്തിനും സമയം കിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ നല്ല രീതിയിൽ അറിയാവുന്ന ഒരുപാട് പേര്. അപ്പോൾ അവരെല്ലാം ആരെങ്കിലൊക്കെ സംശയം ചോദിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പറിലേക്ക് വരുന്ന മെസ്സേജിനും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് എല്ലാത്തിനും കൂടെ റിപ്ലൈ കൊടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നേക്കുവാണ്. അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ AV പ്ലെയറിൻ്റെ വീഡിയോ ക്വാളിറ്റി. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.